ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അസാധാരണ കോംറേഡറി എന്നാണ് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത്. ആശയപരമായി ഇരുവരും രണ്ട് തട്ടിൽ നിന്നിട്ടുണ്ടെങ്കിലും ഇത്ര നീണ്ടകാലം സഹയാത്ര നടത്തിയ നേതാക്കൾ വേറെയില്ല. JNUവിൽ ധനതത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദത്തിനെത്തുമ്പോൾ യെച്ചൂരിക്ക് കഷ്ടി 20 വയസ്സ് കഴിഞ്ഞിട്ടേയുള്ളൂ. 52 വർഷം മുൻപ് ആ സമയത്തവിടെ SFIയുടെ നേതാവ് പ്രകാശ് കാരാട്ടായിരുന്നു. എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദം നേടി ഗവേഷണ വിദ്യാർത്ഥിയായി എത്തിയ കാരാട്ട് ഏറെ താമസിയാതെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. ക്യാമ്പസിലെ ആ സൗഹൃദം അതോടെ സീതാറാം യെച്ചൂരിയെയും SFI അംഗമാക്കി. അത് വർഷം 1974. തൊട്ടടുത്ത വർഷം യെച്ചൂരിക്ക് CPIM അംഗത്വം. പിന്നെ അടിയന്തരാവസ്ഥയിൽ ഇരുവരും ജയിലിൽ. തടവറയിൽ നിന്നുള്ള മടങ്ങിവരവ് മുതൽ ഇരുവരുടെയും രാഷ്ട്രീയ വളർച്ച ഒരേ വേഗത്തിലായിരുന്നു. 1982 കാരാട്ട് പാർട്ടി ഡൽഹി സംസ്ഥാന സെക്രട്ടറി. അന്ന് യെച്ചൂരി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. 1984 ഇരുവരും ഒന്നിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ. പിന്നെ അക്കാലത്ത് നിലവിൽ വന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് ഒന്നിച്ച് 4 പേർ: യെച്ചൂരി, കാരാട്ട്, P. രാമചന്ദ്രൻ, S. രാമചന്ദ്രൻ പിള്ള. 6 വർഷത്തിന് ശേഷം ഈ 4 പേരും ഒന്നിച്ച് പോളിറ്റ് ബ്യൂറോയിലുമെത്തി. കാരാട്ടും യെച്ചൂരിയും വിയോജിച്ചിട്ടുള്ളത് കേരള നയത്തിൽ മാത്രമാണെന്നാണ് ഇരുവരെയും അറിയുന്നവർ പറയുന്നത്. പ്രകാശ് കാരാട്ട് എന്നും സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാരവാഹികൾക്കൊപ്പം നിന്നപ്പോൾ പ്രായത്തിൽ ചെറുപ്പമാണെങ്കിലും VSനോട് ഒരു വാത്സല്യമുണ്ടായിരുന്നു യെച്ചൂരിക്കെന്നും. EMSും ജ്യോതിബസുവും ഉണ്ടായിരുന്ന ഹർകിഷൻ സിംഗ് ജനറൽ സെക്രട്ടറിയായ പാർട്ടിയിൽ ഇരുവരും നവ ആശയങ്ങളും നവനിലപാടുകളും ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. 1992 മുതൽ CPIM നടത്തിയ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെയും നിലപാടുകളുടെയും അമരക്കാർ മറ്റാരുമായിരുന്നില്ല, അത് കാരാട്ടും യെച്ചൂരിയുമായിരുന്നു. 2 ദേശങ്ങളിൽ നിന്ന്, 2 സംസ്കാരവും 2 ഭാഷയും പറഞ്ഞ് അരനൂറ്റാണ്ട് മുമ്പ് ഒന്നിച്ചു വന്ന 2 പേർ ഒന്നിച്ചു തന്നെ നടന്നതിനെയാണ് കമ്മ്യൂണിസത്തിൽ കോംറേഡറി എന്ന് വിളിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും തികഞ്ഞ സഖാക്കളായിരുന്നു ഇരുവരും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.